ഹലോ, ഇന്ന് നമ്മൾ ചടപടാന്ന് കുറച്ച് ഒരു പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരെണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാറ്റ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. ആൾക്ക് എന്നും പഴം വറുത്ത് നെയ്യിൽ വറുത്തിട്ട് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അവൾ പറഞ്ഞു ഇന്നലെ അമ്മ എനിക്ക് പഴം നീളത്തിൽ എരിഞ്ഞിട്ട് ഇങ്ങനെ മുക്കി വറുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി പഴംപൊരി ആയിരിക്കുമെന്ന്. അവൾക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ എന്തായാലും അവളൊരു ആഗ്രഹം പറഞ്ഞതല്ല, അങ്ങനെ പറയാറൊന്നുമില്ല അത് വേണം ഇത് വേണമെന്നൊന്നും. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മൈദയും ഉപ്പും അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടി ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്തായാലും ഇടണം, അല്ലെങ്കിൽ ആ മൈദയായിട്ട് ഒരു പച്ചക്കുത്ത് ഉണ്ടാവും, മഞ്ഞ കളറും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതേപോലെ എള്ളുണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ഓപ്ഷണലാണ്, ഉണ്ടെച്ചാൽ ചേർത്ത് കൊടുക്കാം. ചുമ്മാ ഒരു കളർഫുള്ള് ഒരു ഭംഗിക്ക് വേണ്ടിയാട്ടോ, അല്ലാണ്ട് എള്ള് ചേർക്കണമെന്നൊന്നുമില്ല. ഇതാ കുറച്ചീശായിട്ട് വെള്ളം ഒഴിച്ച് മാവ് കട്ട കൂടാതെ നന്നായി നമുക്ക് മിക്സാക്കി എടുക്കാം. ഒറ്റടിക്ക് കുറേ വെള്ളം ഒഴിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് കല ഉടച്ച് കളയരുത്. അപ്പോൾ കുറച്ചീശായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ എന്ത് കാര്യം നല്ല ക്ഷമയോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിനൊരു സക്സസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഷ്ടപ്പെടാതെ ഒന്നും നമുക്ക് ലഭിക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് ക്ഷമയോടും കൂടി നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും ഉറപ്പായിട്ടും അതിനൊരു ഗുഡ് റിസൾട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെയല്ലേ, അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതേ മാവ് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കട്ടയില്ലാതെ നന്നായി ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ടയുണ്ടെന്ന് തോന്നാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ കുഞ്ഞ ജാറിലൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിന് പരിപാടി കഴിയും കേട്ടോ. കണ്ട, അപ്പോൾ ദേ ഈ ഒരു തിക്നെസ്സിലാണ് ബാറ്റർ എടുത്തേക്കുന്നത്. ഇനി ഇവിടെ വേറെ ആർക്കും ഇപ്പോൾ പഴംപൊരി വേണ്ടാന്ന് പറഞ്ഞ കാരണം കേട്ടോ ഒറ്റ പഴം എടുത്ത് ചെയ്ത് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡൊന്നും ഇല്ല, ഹസ്ബൻഡ് ഉണ്ടെച്ചാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി. അതിങ്ങനെ നന്നായി മുരിഞ്ഞതും കനം കുറച്ചതായി ഇതേപോലെ ഒരു പഴം 2 കഷ്ണമാക്കല്ല, ഒരു പഴത്തിനെ 3 കഷ്ണമൊക്കെ ആക്കാം, 3-4 കഷ്ണമൊക്കെ ആക്കാറുണ്ട് ഇതേപോലെ. അപ്പോൾ നൈസായിട്ട് അരിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം നന്നായി വേവും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് 2 കഷ്ണമാകുമ്പോൾ നല്ല കട്ടിയാകുമ്പോൾ ഉള്ളു വേവാത്ത പോലെയും കഴിക്കാൻ അത്രയും ഇതുണ്ടാവില്ലല്ലോ. ചിലയിടത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്, ചില കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്രയും ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച പഴത്തിനെ മാവിൽ മുക്കി ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ കളർ എന്താ ഇങ്ങനെയെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മൾ കാലത്ത് ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭൂരി ഉണ്ടാക്കിയിട്ട് പരത്തുമ്പോൾ പൊടി വിതറിയിട്ടാണല്ലോ, ആ പൊടി അടിയിൽ ഇങ്ങനെ കിടക്കുന്നതാട്ടോ. അപ്പോൾ പിന്നെ മാറ്റാനൊന്നുമില്ല, രാത്രിയിലാണ് ചെയ്യുന്നത്. പിന്നെ വേറെയും ഇതിനിടയിൽ കുറച്ച് പണികളുണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോഡാകാരൊന്നും ചേർക്കാതെ തന്നെ ഇത് അത്യാവശ്യം നന്നായി വീർത്ത് നല്ല കറുമുറയായിട്ട് ഉണ്ടാവും. പുറമേത്തെ ബാറ്റർ നല്ല കറുമുറയും ഉള്ളിൽ നല്ല പഴം കട്ടി കുറച്ച് അരിഞ്ഞ കാരണം നന്നായി വെന്ത് നമുക്ക് കഴിക്കാനായിട്ട് നന്നായി തോന്നുന്നുണ്ട്. പിന്നെ നല്ല മധുരമുള്ള പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും പഴംപൊരിക്ക് ഏറ്റവും നല്ലത്. അതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സായി, പക്ഷെ 1K ആയതിൻ്റെ കാര്യമില്ലല്ലോ. 4000 വാച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊക്കെ വീഡിയോ കണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അത് തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കി കൊടുക്കുകയാണ്. കണ്ട, അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയണില്ലേ അതൊന്ന് വീർത്ത് വന്നേക്കുന്നത്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കോരി മാറ്റാം. അപ്പോൾ പഴമൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ചൂടാറിയിട്ട് കുഞ്ഞാറ്റയ്ക്ക് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. ആൾക്ക് ആളെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ. മോന് ഇങ്ങനത്തെ ഫുഡൊന്നും പഴംപൊരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ആൾ ഫുഡ് കഴിക്കാൻ കുറച്ച് പുറകിലേക്ക് കേട്ടോ. കുഞ്ഞാറ്റയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഒരു മനസ്സുണ്ട്. അത് കാരണം എനിക്ക് അവൾക്ക് എന്തുണ്ടാക്കി കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയല്ലേ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ആൾ കഴിച്ചിട്ട് സൂപ്പറാണ്, കിടോയുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കുമ്പോൾ. പിന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വീണ്ടും കാണാം. നമുക്കതായിരിക്കും ടാറ്റാ.